നടൻ വിജയെയും തൃഷയെയും ചേർത്ത് BJP തമിഴ്നാട് അധ്യക്ഷൻ എന്താണ് പറഞ്ഞത്? തമിഴ്നാട്ടിലെ വലിയ വിവാദമാണ്. നയിനാർ നാഗേന്ദ്രൻ, അതാണ് BJPയുടെ തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷൻ്റെ പേര്. അദ്ദേഹം BJPക്കെതിരെ വലിയ അതിനിശ്ചിതമായ വിമർശനം ഉന്നയിച്ചു. അപ്പോൾ നയിനാർ നാഗേന്ദ്രൻ പറഞ്ഞു, വിജയ് രാഷ്ട്രീയമൊക്കെ പറയുന്നതിന് മുമ്പ് ആദ്യം തൃഷയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നോക്കുക. തൃഷയുടെ വീട്ടിൽ തടവിലാണ് വിജയ് എന്നാണ് ഇദ്ദേഹം പറഞ്ഞു വെച്ചത്. ഇത് തമിഴ്നാട്ടിൽ വലിയ വിവാദമാണ്. അങ്ങനെ രാഷ്ട്രീയത്തിലേക്ക് ഒരു നടിയെ വലിച്ചിഴയ്ക്കാമോ എന്ന് ചോദിച്ചു. BJP നേതാവ് ഖുശ്ബു ഉൾപ്പെടെ അത് ശരിയായില്ല എന്ന് പറയുന്നുണ്ട്. അതുമാത്രമല്ല, നടികർ സംഘം, നമ്മുടെ ഇവിടുത്തെ അമ്മ പോലെ തമിഴ്നാട്ടിലെ നടീനടന്മാരുടെ സംഘമായ നടികർ സംഘം വലിയ പ്രതിഷേധം, നയിനാർ നാഗേന്ദ്രനെതിരെ കേസ് കൊടുക്കുമെന്നൊക്കെ പറയുന്നു. അപ്പോൾ വല്ലാത്തൊരു ഗോസിപ്പാണ്. രാഷ്ട്രീയം എന്തുമാവട്ടെ, ഇങ്ങനൊരു ഗോസിപ്പ് പറയാമോ? തൃഷയുടെ കസ്റ്റഡിയിലാണ്, തൃഷയുടെ കൂടെയാണ് വിജയ് എന്ന തരത്തിലാണ് ഈ പരാമർശം. അതിൻ്റെ അശ്ലീലമുണ്ട്, ഏത് തരത്തിൽ വേണമെങ്കിലും വ്യാഖ്യാനിക്കും അല്ലേ? അശ്ലീലമായ ഒരു പരാമർശമായിട്ട് പറയാം. അതൊരു വലിയ വിവാദമാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, തൃഷയും വിജയും തമ്മിൽ ഏറ്റവും നല്ല ജോഡിയായിരുന്നു. അവർ വളരെ പ്രസിദ്ധമായ തിരുപ്പാച്ചി, ആദി, കുരുവി, ഗില്ലി തുടങ്ങിയ സിനിമകളൊക്കെ അതിനുശേഷം ഹിറ്റ് സിനിമകളായിരുന്നു. അതിൽ ഏറ്റവും നല്ല ഓൺ സ്ക്രീൻ പ്രസൻസ് ആയിരുന്നു തൃഷയും വിജയും ചേർത്തുള്ളത്. അതിനുശേഷം കുറേ കാലം ഒരു സിനിമ അഭിനയിച്ചില്ല. 15 വർഷം കഴിഞ്ഞിട്ട് മറ്റേ ലോകേഷ് കനകരാജിൻ്റെ ലിയോ എന്നുള്ള സിനിമയിലൂടെ വീണ്ടും അവർ ഒന്നിച്ചു. അങ്ങനെ വീണ്ടും വാർത്തയായി. പക്ഷേ ഇങ്ങനെയൊക്കെയാണെങ്കിലും അവരിടയ്ക്ക് ഗ്യാപ്പൊക്കെ സിനിമയിൽ അഭിനയിക്കാൻ വന്നെങ്കിലും ഇവർ ജീവിതത്തിൽ വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു, അടുത്ത് ഇടപഴകുന്നവരായിരുന്നു. ഇവർ ഒരുമിച്ച് ഒരുപാട് പരിപാടികൾ പങ്കെടുക്കും. അപ്പോൾ അതിൻ്റെ പേരിൽ തമിഴ്നാട്ടിൽ കുറേ കാലമായിട്ട് ഇങ്ങനെ ഗോസിപ്പുകളുണ്ട്. വിജയുടെ ഭാര്യ സംഗീത ഇപ്പോൾ വിജയുടെ കൂടെയല്ല. തൃഷയുമായുള്ള ബന്ധത്തിൻ്റെ പേരിൽ അവർ ഡിവോഴ്സ് എടുക്കാതെ തന്നെ അകന്ന് താമസിക്കുകയാണ് എന്നുള്ള വാർത്തകളൊക്കെ മുമ്പ് വന്നിരുന്നു. ഇത് മാത്രമല്ല, ചെന്നൈയിൽ വിജയ്ക്കൊരു അപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ആ അപ്പാർട്ട്മെൻറ്റ് താഴെ തൃഷ ഒരു അപ്പാർട്ട്മെൻറ്റ് വാങ്ങിച്ചിരുന്നു. അപ്പോൾ മുകളിലും താഴെയായിട്ട് ഇവർ 2 അപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അത് മാത്രമല്ല, കഴിഞ്ഞ 1 വർഷമായിട്ട് തൃഷയും വിജയും കൂടെ ഒരുമിച്ച് ലിവിങ് ടുഗദർ പോലെ താമസിക്കുന്നു എന്നൊക്കെ തമിഴ്നാട്ടിൽ ഇപ്പോൾ ഈ നയിനാർ നാഗേന്ദ്രൻ പറയുന്നതിന് മുമ്പ് തന്നെ ഗോസിപ്പുകളുണ്ട്. അത് മാത്രമല്ല, നോർവേക്ക് ഇവർ വിദേശയാത്ര പോയിരുന്നു. അവിടെ പോകുന്ന സമയത്ത് ഇവർ ഒന്നിച്ചായിരുന്നു എന്ന് പറയുന്നു. പിന്നെ പ്രശസ്തയായ ഒരു മലയാളി നടിയുടെ വിവാഹത്തിന് പ്രൈവറ്റ് ജെറ്റ് എടുത്താണ് തൃഷയും കൂട്ടിയിട്ട് വിജയ് വന്നത്. എന്നിട്ട് എയർപോർട്ടിൽ വെച്ച് ഇവരെടുത്ത ഈ ഫോട്ടോ തൃഷ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു. ഇട്ടത് ഇവർ ഒരുമിച്ച് യാത്ര തുടങ്ങുന്നതിന് മുമ്പ് ദ കാം ടു എ സ്റ്റോം, കൊടുങ്കാറ്റിന് മുമ്പുള്ള ശാന്തത എന്ന് പറഞ്ഞിട്ടാണ് ഈ ചിത്രം ഇട്ട. നോക്കൂ, ഒരു 2 നടീനടന്മാരോട് ഒരുമിച്ച് യാത്ര ചെയ്യുന്നു, ഒരു പ്രൈവറ്റ് ജെറ്റ് എടുത്തു, നോർവേക്ക് പോകുന്ന, അല്ലെങ്കിൽ ഒരുമിച്ച് താമസിക്കും, എന്തെങ്കിലും ആട്ടെ. പക്ഷേ അവരിങ്ങനെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഇത് കൊടുങ്കാറ്റിന് മുമ്പുള്ള ശാന്തതയാണ് ഞങ്ങൾ ഇരിക്കുന്നതെന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് വ്യാഖ്യാനമൊക്കെ. അതെ, ഈ ഫോട്ടോ വന്നു കഴിയുമ്പോൾ ഒരു കൊടുങ്കാറ്റ് വരാൻ സാധ്യതയുണ്ട്. അതിന് മുമ്പുള്ള ശാന്തതയായിട്ട് ഞങ്ങൾ കൂളായിട്ടിരിക്കും. ശാന്തത, ഈ കൊടുങ്കാറ്റ് വരാൻ പോകുന്ന മിക്കവാറും വിജയുടെ വീട്ടിലായിരിക്കും അല്ലേ? ഇത് ഇങ്ങനെ കുറച്ചായിട്ട് അവിടെ ഉണ്ട്. അപ്പോൾ വിജയ് ഇപ്പോൾ ഇങ്ങനെ വന്നിട്ട് വലിയ ആദർശധീരൻ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ആൾ അങ്ങനെ വലിയ ആദർശ പുരുഷനൊന്നും അല്ല. സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുക, എല്ലാ എൻ്റെ സഹോദരിമാരാണെന്നൊക്കെ പറയുമ്പോൾ സ്വന്തം ഭാര്യ അങ്ങനെയാണ്. അവരുടെ പ്രശ്നങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിലെ ചില പ്രശ്നങ്ങൾ പതുക്കെ പൊക്കിക്കൊണ്ട് വന്നതാണ് നയിനാർ നാഗേന്ദ്രൻ. ഇതിപ്പോൾ അത് BJP പ്രവർത്തകരൊക്കെ അത് സോഷ്യൽ മീഡിയയിൽ പലതരത്തിൽ തമിഴ്നാട്ടിൽ ന്യായീകരിക്കുന്നുണ്ട്. പക്ഷേ ഇത് വേണ്ടായിരുന്നു. കാരണം ADMK മുന്നണി NDA ആയിട്ട് മത്സരിക്കുന്നു, ഇപ്പുറത്ത് DMK മത്സരിക്കുന്നു, DMK മുന്നണി ഇന്ത്യ മുന്നണിയായിട്ട് മത്സരിക്കുന്നു, വിജയുടെ TVK മൂന്നാമത് മത്സരിക്കുന്നു. ഇങ്ങനെ ഒരു ത്രികക്ഷി പോരാട്ടം നടക്കുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റ്സൊക്കെ BJPക്ക് കിട്ടും, അല്ലെങ്കിൽ NDA മുന്നണിക്ക് കിട്ടും എന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. ഇപ്പോൾ കരുണാനിധി ആണെങ്കിൽ 1.5 കോടി ആളുകൾക്ക്, 1,32 ലക്ഷം പേർക്കോ മറ്റോ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് 5,000 രൂപ അക്കൗണ്ടിലേക്ക് കൊടുത്തു. അപ്പം കുറ്റം പറയാൻ പറ്റില്ല. അങ്ങനെയാണ് നിതീഷ് കുമാർ ചെയ്തതുപോലെ 10,000 രൂപ കൊടുത്തു, ഇവിടെ 5,000 രൂപ കൊടുത്തു. അങ്ങനെ വോട്ട് ഉറപ്പിക്കാനും വോട്ട് പിടിക്കാനുമുള്ള എല്ലാ നയങ്ങളും നടപടികളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് DMK. അതിനിടയ്ക്ക് വലിയ ശക്തിയായിട്ട് 2 മുന്നണി, ADMK അല്ലെങ്കിൽ DMK, ഇതാണല്ലോ തമിഴ്നാട്ടിലെ ഇക്വേഷൻ. അപ്പോൾ ഒരു ഭരണ തുടർച്ച വേണം എന്ന് കേരളത്തിലെ പിണറായിയെ പോലെ സ്റ്റാലിനും ആഗ്രഹിക്കുന്നു. ഭരണം തിരിച്ചു പിടിക്കാൻ EPS ആഗ്രഹിക്കുന്നു. എന്നാൽ തനിക്ക് ഭരണം വേണമെന്ന് വിജയ് തീരുമാനിക്കുന്നു. ഇപ്പം ജനനായകനകത്ത് വിജയ് തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ടാണ് വേഷപ്പെടുന്നതെന്നാണ് കേട്ടത്. ആ സിനിമ എന്തായാലും ഇറങ്ങുന്ന കാര്യം സംശയമാണ്. അത് അങ്ങനെ കെട്ടുപണഞ്ഞ് പ്രശ്നങ്ങളിൽ നിന്ന് പ്രശ്നങ്ങളിലേക്ക് ആ സിനിമ പോയിക്കൊണ്ടിരിക്കുക. ഇലക്ഷന് മുമ്പ് ഈ സിനിമ ഇറക്കുക എന്നുള്ളത് വിജയുടെ ഒരു ആവശ്യമാണ്. അപ്പോൾ ഏതായാലും അതിനിടയ്ക്കാണ് ഈ സംഭവം വന്ന് വീഴുന്നത്. സ്റ്റാലിന് പേടിയുണ്ടാകും. കാരണം പണ്ടൊരു സിനിമ ഇറങ്ങിയതാണ്, പിന്നീട് MGR
അധികാരത്തിലേക്ക് വന്ന്. അപ്പോൾ പക്ഷേ ഈ വിജയ്ക്ക് സംസ്ഥാനത്ത് അധികാരത്തിൽ വരാനൊന്നും കഴിയുമെന്ന് ഒരു പഠനങ്ങളും ഒരു സർവേയും കാണിക്കുന്നില്ല. കാരണം വിജയുടെ ആൾക്കൂട്ടമുണ്ട്. പക്ഷേ MGR ഉണ്ടാക്കിയതുപോലെയോ കരുണാനിധിക്ക് ഉണ്ടാക്കിയതുപോലെയുള്ള ഒരു സ്റ്റാർഡം, ആളുകളുടെ ഹൃദയത്തിലേക്ക് കയറി ഉള്ള ഒരു സ്റ്റാർഡം വിജയ്ക്ക് ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്നാണ് സോഷ്യൽ എഞ്ചിനീയറിങ്, സാമൂഹ്യ കാര്യങ്ങൾ വിലയിരുത്തുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാവരും വിജയ് മുഖ്യമന്ത്രിയാകുമെന്ന് ഒരു പഠനവും ഒരു സർവേയും ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷേ വിജയ്ക്ക് കുറേ വോട്ടുകൾ ഗ്യാദർ ചെയ്യാൻ പറ്റും. അതനുസരിച്ച് ഒരു ഭരണമാറ്റം ഉണ്ടാക്കാൻ DMKയ്ക്ക് അധികാരം നഷ്ടപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടാക്കാൻ കഴിയും എന്നാണ് കരുതപ്പെടുന്നത്. ഇപ്പോൾ കരൂർ സ്റ്റാമ്പേഡിന് ശേഷം കരൂർ ഒരു പരിഗണനയും കൂടാതെ ഒരു തരത്തിലുള്ള സുരക്ഷാ സംവിധാനവും ഇല്ലാതെ മണിക്കൂറുകൾ വൈകി വന്ന് ഒരു പ്രദേശത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്നതിലേറെ ആളുകൾ വരാൻ മനഃപൂർവ്വം ശ്രമിച്ച് അവർക്ക് കുടിവെള്ളം പോലും കൊടുക്കാതെ വലിയൊരു ദുരന്തമുണ്ടാക്കിയ കേസിൽ ഇപ്പോൾ പ്രതിയാണ് ആര്? വിജയ്. അത് സുപ്രീം കോടതിയുടെ ഉത്തരവനുസരിച്ച് CBI അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. CBI 2 തവണ വിജയ് ചോദ്യം ചെയ്തു കഴിഞ്ഞു. അപ്പോൾ CBIക്ക് ഇതിൻ്റെ വീഴ്ച വിജയുടെ ഭാഗത്താണ് എന്നൊരു ഫൈൻഡിങ് വന്നാൽ സുപ്രീം കോടതിയുടെ ഉത്തരവനുസരിച്ച് നടക്കുന്ന അന്വേഷണം ആയതുകൊണ്ട് നരേന്ദ്രമോദിയെ കുറ്റം പറയാനും പറ്റില്ല CBI അന്വേഷിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ വിജയെ സംബന്ധിച്ച് വിജയുടെ യാത്ര അത്ര സുഗമമല്ല. അതിനിടയ്ക്കാണ് നയനാർ രാജേന്ദ്രൻ്റെ ഈ പ്രസ്താവന വരുന്നത്. അപ്പോൾ ഖുഷ്ബു ഉൾപ്പെടെയുള്ള ആളുകൾ, ഖുഷ്ബു സുന്ദർ BJPക്കാരിയാണ്. പക്ഷേ ഖുഷ്ബുവിന് ഈ നടികർ സംഘത്തിൻ്റെ കൂടെ ഭാഗമായതുകൊണ്ട് ഇതിനെ എതിർക്കാതെ തരമില്ല. ഏതായാലും നയനാർ നാഗേന്ദ്രൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പരാമർശം നടത്തിയത് എന്നിപ്പോൾ വലിയ ചർച്ചയാവുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നയനാർ നാഗേന്ദ്രൻ നേരത്തെ സംസ്ഥാന മന്ത്രിയായിരുന്ന ആളാണ്, ADMKയിൽ മന്ത്രിയായിരുന്നു, ജയലളിതയുടെ കൂടെ മന്ത്രിയായിരുന്ന ആളാണ്, രാഷ്ട്രീയ പരിചയമുള്ള ആളാണ്, വളരെ പാകതയുള്ളൊരു നേതാവായിട്ടാണ് കണക്കാക്കുന്നത്. അങ്ങനെയുള്ള ആൾ എന്തുകൊണ്ടാണ് തീ പിടിക്കുന്ന ഇങ്ങനെ ഒരു വസ്തുത, വിജയുടെ വ്യക്തി ജീവിതത്തെക്കുറിച്ച് കുടുംബജീവിതം തകർന്നിരിക്കുകയാണ് എന്നതുവരെയുള്ള കാര്യത്തിലേക്ക് വ്യാഖ്യാനങ്ങളെ എത്തിക്കാൻ കഴിയുന്ന തരത്തിൽ തൃഷയെ പിടിച്ചിട്ടത് എന്ന് ചിലപ്പോൾ ഒന്ന് എവിഡൻസ് കാണും കയ്യിൽ, അതും അല്ലെങ്കിൽ എക്സാക്ട്ലി കാരണം അല്ലെങ്കിൽ സൂക്ഷിച്ച് പറഞ്ഞില്ലെങ്കിൽ തിരിച്ചടിക്കുമെന്നറിയാവുന്ന ഒരു വിവാദം എടുത്ത് പുറത്തേക്കിടുന്നു. ഒരു പക്ഷേ ഒരു പൊളിറ്റിക്കൽ ബ്ലാക്ക് മെയിലിംഗ് ആണോ? അങ്ങനെ വരാം. ഒരുപാട് കളിക്കണ്ട, അതായത് ഈ ഒരുപാട് കളിച്ചാൽ സംഗതിയൊക്കെ ഞങ്ങൾ പറയും. കാരണം ഈ പറയുന്ന സ്വന്തം ഭാര്യ ഈ സ്ത്രീയുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പേരിലാണ് മാറി നിൽക്കുന്നത്, ഡിവോഴ്സ് എടുക്കുക, കുടുംബബന്ധം പോലും തകർന്നതെന്ന് പറയുന്നത് വിജയുടെ ഇമേജിനുണ്ടാക്കുന്ന ഒരു വല്ലാത്ത ഇടിവായിരിക്കും. അതുകൊണ്ട് വിജയെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നയനാർ നാഗേന്ദ്രൻ മനഃപൂർവ്വം പറഞ്ഞതാണോ, അല്ലെങ്കിൽ നാവുപഴ ആവേശത്തിന് പറഞ്ഞതാണോ എന്നൊരു സംശയം കുറവാണ്. അതെ. കാരണം പണ്ട് കാലത്ത് ഇപ്പം MGRന് 2 ഭാര്യമാരുണ്ടായിരുന്നു, കരുണാനിധിക്ക് 2 or 3 ഉണ്ടായിരുന്നു, സ്റ്റാലിന് 2 ഉണ്ട്. ഇപ്പോൾ വിജയ്ക്കും ഇങ്ങനെ വരുമ്പോഴത്തേക്കും പഴയ കാലത്ത് ഒരു പക്ഷേ അംഗീകരിക്കുമായിരിക്കും, ഇന്നത്തെ കാലത്ത് പുതിയ തലമുറയ്ക്ക് ബുദ്ധിമുട്ടായിരിക്കും. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുകയും അതൊരു വിവാദമാവുകയും വിജയുടെ ഭാര്യ സംഗീത വന്നിട്ട് ഒരു പത്രസമ്മേളനം കൂടെ നടത്തുകയും ചെയ്താൽ കളമൊക്കെ മാറും അല്ലേ? വിജയെ കാണാൻ വേണ്ടിയിട്ട് വീരപുരുഷനായി കാണുന്ന ആൾക്കെതിരെ വിജയുടെ ഭാര്യ ഒരു പത്രസമ്മേളനം നടത്തുന്ന തരത്തിലുള്ള ഇതൊക്കെ വെറും സ്പെക്കുലേഷനാണ് കേട്ടോ, ഹൈപ്പോത്തറ്റിക്കലായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ കളമൊന്നും മാറിയാൽ വിജയ്ക്ക് വലിയ ദോഷമുണ്ട്. അപ്പോൾ വിജയിനെ ഒന്നും മെരുക്കാൻ CBI അപ്പുറത്തുണ്ട്, ഇപ്പുറത്തെ തൃശയെക്കുറിച്ചുള്ള സാധനങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ട് എന്നുള്ള ഒരു നയത്തിൻ്റെ ഭാഗമാണോ എന്ന് സംശയിക്കുന്നവരുണ്ട്. എന്നാലും പക്ഷേ BJP ഇങ്ങനൊരു ബ്ലാക്ക് മെയിലിംഗ് രാഷ്ട്രീയം BJP തമിഴ്നാട്ടിൽ കളിക്കുമോ എന്ന് ചോദിക്കുന്നവരുണ്ട്. പക്ഷേ തമിഴ്നാടാണ്, കേരളം പോലെയോ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലെ പോലെയുള്ള രാഷ്ട്രീയമല്ല തമിഴ്നാട്ടിലെ രാഷ്ട്രീയം. തമിഴ്നാട്ടിലെ രാഷ്ട്രീയത്തിന് ഇപ്പോഴും ചൂടും ചൂരും മസാലയുമുണ്ട്. അപ്പോൾ ഒരു മസാല ഒരുപാടുള്ള ഒരു സോപ്പ് ഓപ്പറ ആണ് തമിഴ്നാട്ടിലെ ഇലക്ഷൻ എന്ന് പറയുന്നത്. രാഷ്ട്രീയം സാരി കൊടുത്തും ചേല കൊടുത്തും അല്ലേ, സൈക്കിൾ കൊടുത്തും TV കൊടുത്തും ഇപ്പോൾ കാശ് കൊടുത്തുമൊക്കെ ഇലക്ഷൻ ജയിക്കാൻ ശ്രമിക്കുന്ന ഒരു രാഷ്ട്രീയമാണ്. കാരണം ആളുകൾ വോട്ട് ചെയ്യുന്നത് അവർക്ക് എന്തെങ്കിലും കിട്ടിയാൽ വോട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു പൊളിറ്റിക്സ് തമിഴ്നാട്ടിൽ വ്യാപകമായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഒരാളുടെ ഒരു ഇമേജിനെ ഒന്ന് ടാർണിഷ് ചെയ്യുന്ന ഒരു മസാല നാടകത്തിന് BJP തുടക്കം കുറിച്ചിരിക്കുകയാണ്. പക്ഷേ BJPയുടെ ഒരു പൊതുവിലുള്ളൊരു കൾച്ചറിൻ്റെ ഭാഗമല്ല അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം അതുകൊണ്ട് തന്നെ BJPയുടെ മുതിർന്ന നേതാക്കളൊന്നും ഈ വിവാദത്തെക്കുറിച്ചൊന്നും പറയുന്നില്ല. നാഗേന്ദ്രൻ ADMKയിൽ നിന്ന് വന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു കൾച്ചർ, പഴയ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ചില വശങ്ങൾ വിട്ടുപോകാത്തതുകൊണ്ടായിരിക്കാം അദ്ദേഹം അങ്ങനെ പറഞ്ഞു. ഏതായാലും തൃഷയുടെ തടവിൽ കഴിയുന്ന വിജയ്ക്ക് എങ്ങനെ തമിഴ്നാട് ഭരിക്കാൻ കഴിയും എന്ന ചോദ്യം പ്രസക്തമാണ്. തമിഴ്നാട്ടിലാകെ ചർച്ചയായി കഴിഞ്ഞു. തൃഷ വിജയ് ബന്ധം എന്താണ്, അതിൽ ബലിയാടാണോ അദ്ദേഹത്തിൻ്റെ ഭാര്യ സംഗീത എന്ന കാര്യങ്ങൾ തമിഴ്നാട്ടിലേക്ക് ആകെ എത്തിക്കാൻ, ചർച്ചയാക്കാൻ
നയനാർ നാഗേന്ദ്രയുടെ ഈ സ്റ്റേറ്റ്മെൻറ്റ് സഹായിച്ചിട്ടുണ്ട്. അതിൻ്റെ രാഷ്ട്രീയ ഗുണം അല്ലെങ്കിൽ വൈകാരികമായ ഗുണം ആർക്ക് കിട്ടും? വിജയ്ക്ക് കിട്ടുമോ, ബി ജെ പിക്ക് കിട്ടുമോ, അതോ വിജയുടെ TVK എന്ന പാർട്ടിക്കെതിരായി മാറുമോ എന്നുള്ളത് കണ്ടറിയണം. ഒരുപക്ഷെ ഈ വിവാദം അങ്ങോട്ട് എല്ലാം പറഞ്ഞ് കോംപ്ലിമെൻറ്റ്സ് ആക്കി അവസാനിപ്പിക്കാനും മതി. ഏതായാലും വിജയ്ക്ക് തൃഷ ആരോ ആണ്, അടുത്ത സുഹൃത്താണ്. അടുത്ത സുഹൃത്ത് മാത്രമാണോ, അതിനപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടോ എന്നറിയില്ല. അതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യമാണ്. പക്ഷേ നമ്മുടെ രാജ്യത്ത് ഈ സദാചാരം, രാഷ്ട്രീയ രംഗത്തുള്ള ആളുകളുടെ സദാചാരത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു കൾച്ചർ, അത് കേരളത്തിലാണെങ്കിലും തമിഴ്നാട്ടിലാണെങ്കിലും ഉത്തരേന്ത്യയിലാണെങ്കിലും ഉണ്ട്, എവിടെയാണെങ്കിലും ഉണ്ട്. അപ്പോൾ ഉത്തരേന്ത്യയിലും ഉണ്ട്. ഇന്ത്യക്ക് പുറത്തൊന്നും പ്രശ്നമല്ലായിരിക്കാം, അത് ചായ കുടിക്കുന്ന പോലെയാണ്. പക്ഷേ നമ്മളത് നോക്കുന്നവരാണ്. അതുകൊണ്ട് എനിക്കറിയില്ല ഇത്തരം ഒരു പൊളിറ്റിക്സ് തമിഴ്നാട്ടിൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ പറയുമ്പോൾ അതിന് എടുക്കുമ്പോൾ 1, തൊടുക്കുമ്പോൾ 10, കൊള്ളുമ്പോൾ 1000 എന്ന തരത്തിലുള്ള റിസൾട്ട് ഉണ്ടാകുമോ എന്നറിയില്ല. വിജയ് എന്താണ് പറയാൻ പോകുന്നത്, വിജയ് അത് അവഗണിക്കുമോ, വിജയ് മറുപടി പറയുമോ എന്നറിയില്ല. ഏതായാലും നടികർ സംഘം നയനാർ നാഗേന്ദ്രനെതിരെ കേസ് കൊടുക്കും എന്ന് പറയുന്നുണ്ട്. കേസ് കൊടുക്കുമെന്ന് പറയുന്നതല്ല, കേസ് കൊടുക്കും എന്ന് ഞാൻ കരുതുന്നില്ല. ഒരു പരാതി എഴുതി കൊടുക്കുമായിരിക്കാം. പക്ഷേ അത് കോടതിയിലെത്തി ഒരു വിചാരണയൊക്കെ വരുന്ന സമയത്താണെങ്കിൽ നയനാർ നാഗേന്ദ്രന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാകും. ഒരുപാട് ചിത്രങ്ങളും ഇതിൽ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ള വാർത്തകൾ ഉൾപ്പെടെയുള്ള, സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള ഒരുപാട് വാർത്തകൾ ഉൾപ്പെടെയുള്ളത് കോടതികളിലേക്ക് വന്ന് അതെടുത്തിട്ട് അവിടെ ഇട്ടലക്കി വാദപ്രതിവാദം തന്ന് അത് വാർത്തയായി വിജയ് തൻ്റെ ഇമേജിനെ തകർക്കാൻ ശ്രമിക്കുമോ എന്നത് കണ്ടറിയണം. ഏതായാലും നയനാർ നാഗേന്ദ്രൻ ചെയ്തിരിക്കുന്ന ഒരു കാര്യം അത്ര സാധൂകരിക്കാൻ പറ്റുന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം രാഷ്ട്രീയത്തിലൊന്നും ഇല്ലാത്ത ഒരു നടിയെ പിടിച്ച് അതിൻ്റെ കൂട്ടത്തിൽ രാഷ്ട്രീയം പറയുമ്പോൾ ഇടുന്നത് ധാർമ്മികമായി ശരിയല്ലായിരിക്കാം. പക്ഷേ നടിയായിരുന്നു ജയലളിത, ആയിരിക്കാം. പക്ഷേ അത് ശരിയല്ല എങ്കിൽ പോലും രാഷ്ട്രീയത്തിൽ ജയിക്കാൻ വേണ്ടി ആരും എന്തും ചെയ്യും. അതുകൂടെ കാണാതിരുന്നുകൂടാ. ഏതായാലും വിജയ് തൃഷയുടെ തടവിലാണോ എന്നത് തമിഴ്നാട്ടിലെ ചൂടുള്ള ചർച്ചാ വിഷയമാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വളരെ എളുപ്പമാണ്. നമ്മുടെ ചാനലിൻ്റെ ലോഗോ ഉണ്ടല്ലോ, IND എന്നുള്ള ലോഗോയിലൊന്ന് വിരലമർത്തിയാൽ നമ്മുടെ സബ്സ്ക്രിപ്ഷൻ ബാർ തെളിഞ്ഞ് വരും. അവിടെ ഒന്ന് വിരലമർത്തുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടി അമർത്തുക.